എത്തി. പെട്ടെന്ന് വായോ. കുറച്ച് പേരെയും കൂടെ ഒക്കെ ഒന്ന് വിളിക്കായിരുന്നു. അവിടെ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഉള്ളതല്ലേ. പിന്നെ കൊച്ചു കുട്ടിയല്ലയോ എല്ലാരും വിളിച്ചു കൂട്ടാനെ. അച്ഛന്റെ അനിയത്തിയുടെ ഒക്കെ സൂക്കേട് ഇത്രയൊക്കെ മതി. ഞാൻ വിളിച്ചിട്ടുണ്ട്, ചേച്ചി ഇപ്പൊ വരാന്നാ പറഞ്ഞേ. എടി മാളോ, നീ കൂടെ അറിയി വരുന്നുണ്ടോ? എത്ര നേരം എല്ലാരും ഇവിടെ കാത്തിരിക്കുന്നു. നീ ഒന്ന് സമാനപ്പെട്, അവളിക്ക് വരത്തില്ലയോ? പിന്നെ എല്ലാരും അവർക്ക് വേണ്ടി കാത്തിരിക്കണ്ടേ? എടി മാളോ, എന്തെടുക്കടി അവിടെ? എത്ര നേരമായിട്ട് എല്ലാരും ഇവിടെ നോക്കിയിരിക്കുന്നത്? കേക്ക് കട്ടി. നീ ഒന്ന് സമാനപ്പെട്. മോള് കട്ടി. മോടെ മുഖം എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? കുഴപ്പമൊന്നുമില്ല അച്ഛാ. എന്താ കേക്ക് കട്ടി? അയ്യോ, കേക്ക് കട്ടിങ് കഴിഞ്ഞാ? ഇതെന്തോളുടെ മുഖത്ത്? ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോയതാ. എൻ്റെ അമ്മേ, ഹാപ്പി ബർത്ത്ഡേ. അല്ല, എനിക്ക് പീസൊന്നും ഇല്ലേ, കഷ്ടമുണ്ട്. മോള് വല്ലെന്നാണല്ലോ ഇവിടെ ഇന്നലെ പറഞ്ഞത്. ആ മാം, എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ. വന്നില്ലെങ്കിൽ അതാ അവള് കൊന്നുകളയെന്നൊക്കെ പറഞ്ഞു വെച്ചു. ഇങ്ങനെ വരാതിരിക്കുക. ഇവിടെ ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ. മോള് കഴിച്ചിട്ടല്ലോ അതാ വന്നേ? ഞാൻ കഴിച്ചിട്ട് അച്ഛൻ വന്നേ. പക്ഷെ സാരില്ല, ഇവളുടെ ബർത്ത്ഡേക്ക് കഴിക്കാനുള്ള ബിരിയാണി. മോടെ ബർത്ത്ഡേ ബിരിയാണി കഴിക്കാൻ പോകാൻ പറ്റില്ല. ബിരിയാണി കഴിക്കാനുള്ള വയറൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ചേച്ചി ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? ബെസ്റ്റ്. ഇവൾക്ക് ആര് ഗിഫ്റ്റ് കൊടുക്കാനാ? ഞാൻ തന്നെ ഒരു ഗിഫ്റ്റ് അല്ലേ ലേഡി. ശരി, ഒരു കാര്യം ചെയ്യ്, എല്ലാരും കഴിക്കാൻ, ഞാൻ ആഹാരം എടുക്കാം. ആ അതെ, നീ ഇതൊക്കെ മാറ്റി വെക്ക്. അമ്മ, എനിക്കൊന്ന് ബാത്റൂം പോകണമായിരുന്നു. ഞാൻ ബാത്റൂം എൻ്റെ റൂമിൽ പോകുമ്പോ. ആ ശരി. ദേ, രണ്ടുപേരോടും പറയാ, വേണിപ്പോ റൂമിൽ പോയി 1 മണിക്കൂർ ഇരിക്കല്ലേ. എത്രയും പെട്ടെന്ന് ഇറങ്ങി വരണം. ഇല്ല, പെട്ടെന്ന് വരും, പെട്ടെന്ന് വരും. കഴിഞ്ഞ മാസം പീരീഡ്സ് ആവാതിരുന്നപ്പോ പിന്നെ നീ എന്താ പറയാതിരുന്ന ശീതളേ? എടി, എനിക്കിങ്ങനെ ലേറ്റ് ആവാറുള്ളത് ഇടയ്ക്ക്, അതുകൊണ്ടാണ് ഞാൻ കാര്യമാക്കാത്ത. നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? എടി, ഞാൻ അവനോട് വേണ്ടാന്ന് പറഞ്ഞത്, പിന്നെ എന്നെ നിർബന്ധിച്ചപ്പോ പറ്റിപ്പോയിടി. ഈ പ്രണയമാവുമ്പോ ആണുങ്ങൾ ഇങ്ങനെ പല കുടിക്കലും കൊണ്ട് ചാടിക്കും. അപ്പൊ നമ്മൾ വേണ്ടേ കുറച്ച് മെച്ചൂർഡായിട്ട് ചിന്തിക്കാൻ. ഞാൻ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതാ. ഡേറ്റ് ഒക്കെ നോക്കിയപ്പോഴും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് മനസ്സിലായല്ലോ നിനക്ക്? അടങ്ങാനായിട്ട്. എടി, നീയും കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തില്ലേ? നീ കരയാണ്ടിരിക്കും. എനിക്ക് പേടിയാവുന്നു. ക്ഷമിക്കാണ്ടിരിക്കും. ഇങ്ങനെ കരഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? നീ അവനോട് കാര്യം പറഞ്ഞിരുന്നോ? ആ, അതെന്താ പറയാഞ്ഞത്? അവൻ ഓഫീസിൽ പോയിരിക്കും, വിളിച്ചപ്പോ തിരിച്ചെത്തിയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. നീ എന്തായാലും അവനെ വിളിച്ചിട്ട് ഓഫീസിൽ നേരത്തെ ഇറങ്ങാൻ പറ. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് എല്ലാത്തിനും ഒരു നീക്ക് പോക്കാക്ക്. അല്ലാതെ നീ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? വിളിക്ക്. അവൻ്റെ അതിലൊരു സൊല്യൂഷൻ ഉണ്ടാവും. വേണ്ടടി. എന്നാ പിന്നെ നീ എന്തെങ്കിലും ചെയ്യ്. ഇതേ, ഇപ്പൊ അമ്മ താഴ്ന്ന് വിളിക്കാൻ തുടങ്ങും. വെറുതെ സീനാക്കാൻ നിൽക്കണ്ട. എനിക്കറിയാൻ പാടില്ല. അമ്മയൊക്കെ അറിഞ്ഞ ഇതെന്താ ഉണ്ടാവുക? അവരെങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ കണ്ടോ? നീ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ശീതള, നിങ്ങൾ എന്തായാലും കല്യാണം കഴിക്കാനുള്ളവരല്ലേ? കല്യാണമൊക്കെ ഇത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ സൗമ്യ? ഒന്ന് ആലോചിച്ച് നോക്കെ. അച്ഛനെങ്ങനെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ. നീ ഒന്നും വിഷമിക്കാതിരിക്കേ. ആദ്യം അവനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കും. എന്തായാലും അവൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടാവാതിരിക്കില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നീ ഒന്ന് മുഖമൊന്ന് ശരിയാക്ക്. ചെല്ലൊന്ന് ബാത്റൂം പോയി മുഖമൊക്കെ ഒന്ന് കഴുകുക. ഒന്ന് ഓക്കെ ആവും ശീതൾ, പ്ലീസ്. താഴെ ഇപ്പൊ അവര് വിളിക്കുന്നു. എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ വയ്യ. വിളിക്കുന്നു. ഫ്രഷ് ആയിട്ട് പോ. നീ ശരിക്കും നോക്കിയായിരുന്നു?
ടെസ്റ്റ് ചെയ്തു, കൺഫേം ആണ്. സത്യത്തിൽ നിന്നെ കണ്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഇത്രയും നേരം എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയോ? ചത്ത് കളഞ്ഞാലോന്ന് വരെ ഞാൻ ആലോചിച്ചു. നീ എന്താണെന്നും മിണ്ടാത്തേ? ആളു നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു. നീ എന്താ പറഞ്ഞേ? ഞാൻ ശ്രദ്ധിക്കണമായിരുന്നോ? ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ശ്രദ്ധിക്കാൻ അരവിന്ദേ? എടി നീ ഒരു പെണ്ണല്ലേ, നിനക്ക് എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പം നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു. നമ്മൾ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതല്ലേ? അതെ, നിനക്ക് വല്ല ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിച്ചിട്ടായിരുന്നു. അരവിന്ദ, ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ആവുന്ന്. ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല. സത്യം പറഞ്ഞാലേ നിൻ്റെ അടുത്ത് എനിക്ക് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. ഇത് നീ എന്നെ മനഃപൂർവ്വം പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അരവിന്ദൻ, നീ എന്താ സംസാരിക്കുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? പിന്നെ അല്ലാതെ നീ കൊച്ചു കുട്ടിയാന്നല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിഞ്ഞൂടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ടാബ്ലറ്റ് കഴിച്ച് ബ്ലീഡിങ് വന്നപ്പോൾ നീ തന്നെയല്ലേ പറഞ്ഞേ ടാബ്ലറ്റ് കഴിക്കണ്ട, ഇനി ഒരിക്കലും കഴിക്കണ്ടെന്നൊക്കെ അല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്നെ ഇട്ടിട്ട് പോവാനാണോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, എന്നാൽ നമുക്ക് കല്യാണം കഴിച്ചാലോ? വീട്ടിൽ പറയാം. നിനക്കെന്ത് വട്ടുണ്ടോ കല്യാണം കഴിക്കാന്? നീ പോയേ. നീ എന്ത് ചെയ്യുന്ന? ഇതിപ്പോൾ ആലോചിക്കാനൊന്നുമില്ല, ഇതിനങ്ങ് അബോട്ട് ചെയ്തോളാം. ഇതിപ്പോൾ ആരും ചെയ്യാത്തൊന്നും അല്ലല്ലോ. അരവിന്ദ്, ഇതിപ്പോൾ ഓൾമോസ്റ്റ് 5 weeks ആയി. ഇനി അബോർഷൻ ചെയ്യുമ്പോൾ അത് ഭയങ്കര റിസ്ക് ആണെന്നാണ് സൗമ്യ പറഞ്ഞത്. അപ്പം രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇതിനെൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പരിപാടിയാണല്ലേ? തലയെ കെട്ടിവെക്കാനോ? നീ എന്തൊക്കെ അരവിന്ദ് പറയണേ? അപ്പൊ നിനക്കെന്നെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നോ? അപ്പൊ നമ്മൾ തമ്മിൽ സ്നേഹിച്ചതും ഇങ്ങനെയൊക്കെ നടന്നതൊക്കെ? കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം പറ്റില്ല, അത്രേ ഉള്ളൂ. അരവിന്ദ്, പ്ലീസ് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവല്ലേ, പ്ലീസ്. ഡോക്ടറെ, റിസൾട്ട് വരാൻ കുറേ ടൈം എടുക്കും? ഇല്ല, ഇപ്പോൾ വരും. ശീതൾ പറഞ്ഞത് ഏകദേശം ഒരു 5 weeks വളർച്ച ഉണ്ടാവുമെന്നല്ലേ? അതെ ഡോക്ടർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഡോക്ടറെ, അബോർഷൻ എന്ന് പറയുമ്പം ലീഗലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും? ഉറപ്പായിട്ടും ഉണ്ടാവും. അത് മാത്രമല്ല, ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവും. കുഴപ്പമില്ല ഡോക്ടർ, ഞാൻ അവനെ അത്രയ്ക്ക് വിശ്വസിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എനിക്ക് പറ്റില്ല ഡോക്ടർ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ശീതള് കരയണ്ട. ഇവിടെ ഇങ്ങനത്തുള്ള കേസസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊക്കെ അല്ലേ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത്. അവരൊക്കെ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പലതവണ ആലോചിക്കണം. അല്ല, ശീതള ഒന്നുകൂടി ഒന്ന് വിളിച്ചിട്ട് കൺവിൻസ് ചെയ്ത് നോക്കിക്കൂടായിരുന്നോ? മേ ബി ഇത് കേട്ടതിൻ്റെ ഷോക്കിൽ പെട്ടെന്ന് പുള്ളി പിന്മാറിയതായിരിക്കാമല്ലോ.
Excuse me, doctor. Come in. ശീതളിന് പീരീഡ്സ് ആയിട്ട് എത്ര ഡേയ്സ് ആയി എന്നാ പറഞ്ഞത്? 45. ഷുവർ ആണോ? അതെ ഡോക്ടർ. ഓക്കെ. PCOD ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഉറപ്പാണോ? യാ. പ്രഗ്നൻസി കിറ്റിൽ പോസിറ്റീവ് അല്ലേ കാണിച്ചത്? അതെ. ബട്ട് റിസൾട്ടിൽ നെഗറ്റീവാണ് കാണിക്കുന്നത്. എന്നുവെച്ചാ ശീതൾ പ്രഗ്നൻ്റ് അല്ല. അതെങ്ങനെ ശരിയാവുന്നു ഡോക്ടർ? ആക്ച്വലി പ്രഗ്നൻസി കിറ്റിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഫേക്ക് ആയിട്ടുള്ളത് കാണിക്കാറുണ്ട്. ഓ. ഓക്കെ, എനിവേ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ചെന്ന് ചാടാതിരിക്കും കേട്ടോ. ഇല്ല. താങ്ക് യു ഡോക്ടർ. താങ്ക്സ് എന്നോടല്ല പറയേണ്ടത്. ഇപ്പോൾ ജസ്റ്റ് മിസ് ഒന്ന് രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. പിന്നെ ഇനി പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിന് വന്നാലും ഹസ്ബൻഡുമായിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ശരി. ഇപ്പോഴാണ് ആശ്വാസമായത്. എന്തായാലും നീ നിന്റെ കലിപ്പനെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക്. അവൻ പേടിച്ചിരിക്കുകയായിരിക്കും. വിളിക്കുന്നില്ല, പക്ഷെ എനിക്ക് അവനെ ഒന്ന് കാണണം. പേടിച്ചു പോയായിരുന്നില്ലേ? ഞാനും അങ്ങ് ടെൻഷനായിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? എന്ത് ചെയ്യായിരുന്നു? അല്ല, ഞാനിപ്പോൾ ശരിക്കും പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ നീ നൈസായിട്ട് തന്നെ തേച്ചിട്ട് പോയനെ അല്ലേ? പറ രവിന്ദ. ഒന്നും പറയാൻ പറ്റുന്നില്ല. എടി നീ അത് വിട്. എന്തായാലും ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ. നമുക്കിനി പഴയതുപോലെ അങ്ങ് പോവാം. പഴയതുപോലെ? എന്ത് പഴയതുപോലെ? എനിക്ക് മനസ്സിലാവേണ്ടി വയ്ക്കുക. എടി നീ എന്താ ഒന്നും അറിയാത്തപോലെ സംസാരിക്കുന്നത്? നമ്മൾ ഇതിന് മുന്നേ എങ്ങനെയായിരുന്നോ അതുപോലെ ഇനി അങ്ങോട്ട് പോവാന്ന്. നീ എന്താ വിചാരിച്ചിരിക്കണേ? എനിക്ക് നിന്നോട് ഇപ്പോഴും പഴയ പോലെ പ്രേമാണെന്നോ? അരവിന്ദ്, ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയൊരു പാഠമാണ്. നിന്നോട് എന്തായാലും എനിക്ക് താങ്ക്സ് ഉണ്ട്. നിന്റെ തനി സ്വഭാവം എനിക്ക് കാണിച്ചു തന്നല്ലോ. എടി സോറി. നീ എൻ്റെ കൺമുന്നിൽ വന്നു പോരുത്. നീ ഓടാ.